വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങൾ. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നതുപോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്റെ അടുത്തു വന്നു. ഓർമ്മിക്കുക, മറ്റുള്ളവരെ കരുണയുള്ള കണ്ണുകളോടെ കാണുകയും പെരുമാറുകയും ചെയ്യുന്നതാണ് ദൈവത്തിന്റെ കണ്ണുകൾക്ക് പ്രീതികരമായ വിശുദ്ധി. വിശക്കുന്നവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുമ്പോഴും ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുമ്പോഴും പരദേശിയായവരെ സ്വീകരിക്കുമ്പോഴും നഗ്നനെ ഉടുപ്പിക്കുമ്പോഴും രോഗിയെ സന്ദർശിക്കുമ്പോഴും നാം കരുണയുള്ള വ്യക്തികളാകുകയും ദൈവത്തിരുമുൻപിൽ വിശുദ്ധിയുള്ളവരായി തീരുകയും ചെയ്യുന്നു. വിശുദ്ധി എന്നത് ദരിദ്രരിലും പീഡിതരിലും വിവിധങ്ങളായ സഹനങ്ങൾ അനുഭവിക്കുന്നവരിലും ഈശോയുടെ തിരുമുഖം തിരിച്ചറിയുന്നതും അവരെ ശുശ്രൂഷിക്കുന്നതുമാണ്. വിശുദ്ധി എന്നത് വെറുമൊരു ഉപവിപ്രവർത്തനത്തെയുമല്ല സൂചിപ്പിക്കുന്നത്. പ്രത്യുത ഈശോയുടെ ഭാവം സ്വീകരിച്ചുകൊണ്ടുള്ള അവിടുത്തെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ജീവിതമാണ്. അതാണ് നാം അനുകരിച്ച് ജീവിക്കേണ്ടത്. ഈശോയുടെ ഈ ആഹ്വാനം സ്വീകരിക്കുകയും വ്യവസ്ഥകളോ ഒഴിവുകഴിവുകളോ കൂടാതെ അംഗീകരിച്ച് അത് നിവൃത്തിയാക്കുവാൻ എല്ലാ ക്രൈസ്തവനും ഈ നോമ്പുകാലത്ത് ഒരുക്കത്തോടുകൂടി ആയിരിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സുഖങ്ങൾ തേടി ഈശ്വരനെ നീ മറന്നു. ഈ ലോകത്തിൻ സുഖങ്ങൾ തേടി ഈശ്വരനെ നീ മറന്നു. അനുതാപത്തിൽ മടങ്ങി വന്ന
സുഖം നീ നേടും. മണ്ണിൽ നിന്നും നീ ഉണ്ടായി മണ്ണിലേക്കു മടങ്ങും നീ. മണ്ണിൽ നിന്നും നീയുണ്ടായി മണ്ണിലേക്കു മടങ്ങും നീ. ദൈവം കാട്ടിയ വഴിയിൽ മാത്രം ജീവിതയാത്ര തുടരണം. ദൈവം കാട്ടിയ വഴിയിൽ മാത്രം ജീവിതയാത്ര തുടരണം. സ്നേഹത്തിലൂടെ മറ്റെല്ലാരെയും സ്നേഹത്തിലൂടെ മറ്റെല്ലാരെയും സ്വന്തമാക്കി നീ മാറ്റണം. മണ്ണിൽ നിന്നും നീ ഉണ്ടായി മണ്ണിലേക്കു മടങ്ങും നീ. മണ്ണിൽ നിന്നും നീയുണ്ടായി മണ്ണിലേക്കു മടങ്ങും നീ. നിന്റെ കൈകളിൽ ഉള്ളതിലൊന്നും നിന്റെ കൈകളിൽ ഉള്ളതിലൊന്നും കൂടെ പോരില്ലെന്നോർക്കൂ. മണ്ണിൽ നിന്നും നീ ഉണ്ടായി മണ്ണിലേക്കു മടങ്ങും നീ. മണ്ണിലേക്കു മടങ്ങും നീ. മണ്ണിലേക്കു